ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് 2023 ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് 2 ക്വസ്റ്റ്യൻ നമ്പർ 11. ഒരു പോളിനോമിയലിലെ ചോദ്യമാണ്. പി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 പി ഓഫ് 1 റൈറ്റ് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 എന്താണ് റൈറ്റ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 1 ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. അതായത് ഒരു ബഹുപദം തന്നിട്ടുണ്ട്. ആ ബഹുപദത്തിൽ എക്സിന് പകരം 1 കൊടുത്താൽ അതിൻ്റെ വില എത്ര, പി എഫ് 1ൻ്റെ വില എത്ര. പിന്നെ ഇത് ഒന്നാംകൃതി ഘടകം എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി പി ഓഫ് എക്സിൽ നിന്ന് പി എഫ് 1 കുറച്ചാൽ കിട്ടുന്ന ബഹുപദത്തിൻ്റെ 2 ഒന്നാംകൃതി ഘടകങ്ങൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓരോന്നായിട്ട് ചെയ്യാം. എക്സിന് പകരം 1 കൊടുക്കാം. പി എഫ് 1 ഈക്വൽസ് 1 സ്ക്വയർ മൈനസ് 4 × 1 പ്ലസ് 4. ഇപ്പം എത്ര കിട്ടും? 1 4 പോയ -3 പ്ലസ് 4 1 ആൻസർ കിട്ടും. ഒന്നാമത്തെ ആൻസറായി. രണ്ടാമത്തത് റൈറ്റ് പി ഓഫ് എക്സിൽ നിന്ന് പി എഫ് 1 കുറയ്ക്കുക. അപ്പോൾ പി എഫ് 1 കുറയ്ക്കുമ്പോൾ നോക്കിക്കേ, എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 -1. അപ്പോൾ എത്ര കിട്ടും? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 എന്ന് കിട്ടും. റൈറ്റ് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ, ഇതിൻ്റെ ഒരു ഫാക്ടർ തന്നെയാണ്. ഏതാണ്? ഇപ്പോൾ ഇവിടെ 1 കുറച്ചപ്പം ഇവിടെ എന്തായി? 3 ആയി. അപ്പോൾ ഈ 1 പോയി ഇവിടെ 0 ആയാലും ഇതൊരു ഫാക്ടർ ആയിരിക്കും. അപ്പോൾ ഒന്നാം കൃതി ഫാക്ടർ എന്ന് പറയുമ്പോൾ x - 1 തന്നെയാണ് അതിൻ്റെ ഒരു ഫാക്ടർ. പിന്നെ അടുത്തത് 2 ഒന്നാം കൃതി ഘടകങ്ങൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം 2 ഒന്നാം കൃതി ഘടകങ്ങൾ എഴുതുമ്പം ഇവിടെ തന്നെ എഴുതാം ആൻസർ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -4 കിട്ടണം. അപ്പം ഒരു ഫാക്ടർ x - 1 നമുക്ക് കിട്ടി. ഇനി അടുത്ത ഫാക്ടർ എന്തായിരിക്കും? x - 3 ആണോ? ഇവിടെ നോക്കിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 × -3 ഈസ് +3, -1 പ്ലസ് -3 ഈസ് -4. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം എ കോൺ ഈസ് മേഡ് ബൈ റോളിംഗ് അപ്പ് എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 20 cm. വാട്ട് ഇസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ? വാട്ട് ഇസ് ദ ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ കോൺ? കാൽക്കുലേറ്റ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ. അപ്പോൾ ഇതിൽ എന്താണ്? ഒരു സെമി സർക്കിളാണ്. സെമി സർക്കിൾ വളച്ച് എന്തായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? കോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ സെമി സർക്കിളിൻ്റെ റേഡിയസും കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റും തുല്യമായിരിക്കും. അപ്പം സെമി സർക്കിളിൻ്റെ റേഡിയസിനെ ക്യാപിറ്റൽ R എന്ന് കൊടുക്കാം. കോണിൻ്റെത് സ്ലാൻഡ് ഹൈറ്റ് L. അപ്പോൾ R-ഉം L-ഉം ഈക്വൽ ആയിരിക്കും. അപ്പോൾ L = R 20 ആയതുകൊണ്ട് L 20 ആയിരിക്കും. പിന്നെ റേഡിയസ് ഓഫ് ദ കോൺ, ഇത് സെമി സർക്കിൾ ആയതുകൊണ്ട് എന്താണ്? റേഡിയസ് പകുതി ആയിരിക്കും. കോണിൻ്റെ റേഡിയസ് സെമി സർക്കിളിൻ്റെ റേഡിയസിൻ്റെ പകുതി ആയിരിക്കും. കോണിൻ്റെ റേഡിയസിന് R എന്ന് കൊടുക്കാം. ക്യാപിറ്റൽ R/2, 20/2 = 10 cm. ഇനി മൂന്നാമത്തത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ എന്താണ്? ഇങ്ങോട്ട് എഴുതാം. πRL, π ഇൻറ്റു റേഡിയസ് നമുക്കറിയാം. എത്ര റേഡിയസ് ഇപ്പം കണ്ടുപിടിച്ചില്ലേ? 10 ഇൻറ്റു L എത്ര? 20 = 200 π cm². ഇതാണ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ എന്ന് പറയുന്നത്. 13ാമത്തെ ചോദ്യം വരയ്ക്കാനുള്ളതാണ്. പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന 2 തൊടുവരകൾ. ഡ്രോ ടാൻജൻറ്റ് ഫ്രം ടു എ സർക്കിൾ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ്. ഒരു സർക്കിളിനെ തൊടുന്ന 2 ടാൻജൻറ്റുകൾ. അപ്പം വേറൊരു സർക്കിളോ ആർക്കൊക്കെ വരച്ചാണ് നിങ്ങളത് നല്ലതായിട്ട് പഠിക്കുക. ഓക്കെ, ഞാനിപ്പോൾ വരച്ച് കാണിക്കുന്നില്ല. വേറൊരു വീഡിയോയിൽ കൺസ്ട്രക്ഷൻസ് മാത്രം ചെയ്തിട്ടുണ്ട്. അടുത്ത 14ാമത്തെ ചോദ്യം സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 140. അതായത് 7 പദങ്ങളുടെ ആദ്യത്തെ 7 പദങ്ങളുടെ തുക 140.
സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് അതേ സീക്വൻസ് അതേ ശ്രേണിയുടെ 11 പദങ്ങളുടെ തുക 440. അങ്ങനെ ആയാൽ 4-ാം പദം എത്ര, 6-ാം പദം എത്ര, വാട്ട് ഈസ് ദിസ് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എത്ര, ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദിസ് സീക്വൻസ്. ഈ ശ്രേണിയിലെ ആദ്യത്തെ പദം എത്ര? അപ്പോൾ 4-ാം പദം എന്ന് പറയുന്നത് നോക്കിക്കേ, 6 പദങ്ങളുടെ തുക. അപ്പോൾ 4-ാം പദം എന്ന് പറയുന്നത് 6 പദങ്ങളുടെ 4-ാം പദം തുക നടുക്കത്തെ പദമല്ലേ. 6-ാം പദം എന്ന് പറയുന്നത് നടുക്കുള്ള പദമാണ് അല്ലേ. അപ്പം നമുക്ക് ആൻസർ അപ്പുറത്തോട്ട് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ ആൻസർ x4 S7/7. അതായത് 7 പദങ്ങൾ, 7 പദങ്ങളുടെ തുകയാണ് തന്നിരിക്കുന്നത്. 7 പദങ്ങൾ എഴുതുമ്പോൾ 4-ാമത്തെ പദം ആ 7 പദങ്ങളുടെ മധ്യപദമാണ്. അപ്പോൾ മധ്യപദം കണ്ടുപിടിക്കാൻ നമുക്കിങ്ങനെ ഒരു സൂത്രമുണ്ട്. എന്താണ്? 7 പദങ്ങളുടെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പം 4-ാം പദം കിട്ടും, മധ്യപദം കിട്ടും. എത്ര വരും? 140/7 എത്ര കിട്ടും? 20 കിട്ടും. 140/7 20 കിട്ടും. ഇനി രണ്ടാമത്തത് അതുപോലെ തന്നെ, ഇത് കുറച്ചുകൂടെ അടുത്ത് എഴുതാം. അതണക്ക് തന്നെ 6-ാം പദം. 6-ാം പദം എന്ന് പറയുന്നത് 11 പദങ്ങളുടെ തുക. നടുക്കത്തെ പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 11ൻ്റെ കൂടെ 1 കൂട്ടുക 12. 12ൻ്റെ പകുതി എത്ര? 6. 7ൻ്റെ കൂടെ 1 കൂട്ടുക 8. 8ൻ്റെ പകുതി എത്ര? 4. അങ്ങനെയാണ് നമ്മൾ 4-ാം പദവും 6-ാം പദവും ഒക്കെ കണ്ടുപിടിക്കേണ്ടത്, അല്ലാതെ എണ്ണി നോക്കിയല്ല. മനസ്സിലായോ? ഇതെല്ലാം ഒറ്റ സംഖ്യകളാണ്. അപ്പം എന്താണ്? S11/11 എത്ര കിട്ടും? S11 എന്ന് പറഞ്ഞാൽ 440. 440/11 ഈക്വൽ 440/11 എത്ര വരും? 40 എന്ന് വരും. ഇനി കോമൺ ഡിഫറൻസ് കാണാൻ നമുക്ക് എണ്ണം എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 40 - 20/6 - 4 എത്ര വരും? 20/2 = 10 കിട്ടും. കോമൺ ഡിഫറൻസ് കിട്ടി, 10 കിട്ടി. ഇനി നമുക്ക് എന്താണ് കാണാനുള്ളത്? ഫസ്റ്റ് ടേം കാണണമെങ്കിൽ എന്ത് ചെയ്താ? ഈ 4-ാം പദത്തിൽ നിന്ന് 3 പൊതുവ്യത്യാസം കുറച്ചാൽ പോരെ. 4-ാം പദം എന്ന് പറയുന്നത് 1-ാം പദത്തിൻ്റെ കൂടെ 3 പൊതുവ്യത്യാസം കൂട്ടുന്നതാണ് 4-ാം പദം. അങ്ങനെയാണെങ്കിൽ 4-ാം പദത്തിൽ നിന്ന് 3 പൊതുവ്യത്യാസം കുറച്ചാൽ പോരെ. ഇപ്പം എത്ര കിട്ടും? x4 - 3d. x4 എത്ര? ഇതേ കാണുമോ എന്നറിയത്തില്ല. കാണുമോ? ഇല്ല. അപ്പം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. x4 എത്ര? അല്ലെങ്കിൽ ഞാനിവിടെ മോളം മായ്ച്ചിട്ട് എഴുതാം. മായ്ക്കാം, അല്ലെങ്കിൽ ഇതാ ഇവിടുത്തെ ആൻസർ അങ്ങ് മായ്ക്കും, ക്വസ്റ്റ്യൻ അങ്ങ് മായ്ക്കാം. ക്വസ്റ്റ്യൻ അറിയാമല്ലോ. ഡി അല്ല, ഫസ്റ്റ് ടേം x1 or x എന്ന് എഴുതാം. x4 4-ാം പദത്തിൽ നിന്ന് 3 പൊതുവ്യത്യാസം. 4 - 3 1. അപ്പം 4-ാം പദം എത്ര? 20 - 3 × 10. 20 - 30 എത്ര കിട്ടും? -10 കിട്ടും. ഈക്വൽസ് -10. അപ്പോൾ എല്ലാത്തിൻ്റെ ആൻസറായി. ഇത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്, പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. എ ബോക്സ് കണ്ടെയ്ൻസ് 4 slips numbered 1, 2, 3, 4 and another box contains slips numbered 1, 2, 3, 4, 5. One slip is taken from each box without looking into it. In how many different ways we can choose the slip? What's the probability of both being odd? What's the probability of both numbers being same? ചോദ്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ. 2 ബോക്സുകൾ, ഒരു ബോക്സിൽ എന്താണ് 1 മുതൽ 4 വരെയുള്ള നമ്പേഴ്സ് സ്ലിപ്പ് എഴുതി ഇട്ടിട്ടുണ്ട്, മറ്റൊരു ബോക്സിൽ അങ്ങനെ 5 വരെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര തരത്തിൽ ഇവയെ പേറുകളാക്കാം, എത്ര ജോഡികൾ നമുക്ക് കിട്ടുമെന്ന്.
പിന്നെ 2 നമ്പറും ഓട് ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത, രണ്ടും ഒരേ സംഖ്യ ആകാനുള്ള സാധ്യത. അപ്പോൾ 3 സാധ്യതകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇതാണ്. ഇപ്പം ചോദ്യം മനസ്സിലായല്ലോ അല്ലേ? അപ്പം എന്താ, ഈ ചോദ്യം വായിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഒരു പടം വരയ്ക്കുകയാണ്. 2 ബോക്സുകൾ, 1 2 3 4, ടോട്ടൽ 4 എണ്ണം. 1 2 3 4 5, ടോട്ടൽ 5. അപ്പോൾ എത്ര തരത്തിൽ ഇവയെ ജോഡികളാക്കാം? 4 × 5 20. അപ്പോൾ എയുടെ ആൻസർ എത്ര? 20. ബി, 2 ഒരേ സംഖ്യകൾ ഓട് സംഖ്യകളാകാനുള്ള ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത. ഇവിടെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 2. ഇതിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ട്? 1 3 3. അപ്പോൾ 2 × 3 6 എണ്ണം. പ്രോബിലിറ്റി വഹിക്കുമ്പം എത്ര? ഔട്ട് ഓഫ് എഴുതണം. 6 പ്രോബിലിറ്റി താഴെ എഴുതാം. പ്രോബിലിറ്റി വഹിക്കുമ്പം പ്രോബിലിറ്റി ഓഫ് ഓട് 6 എണ്ണം ഔട്ട് ഓഫ് 20. മൊത്തം 20 പേരുണ്ട്. ചെറുതാക്കുമ്പോൾ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3/10 എന്ന് കിട്ടും. ഇനി സി, രണ്ടും ഒരേ സംഖ്യ ആവാനുള്ള സാധ്യത. അപ്പോൾ എത്ര പേർ കാണും നോക്കേ? 1 1 എന്ന് പറഞ്ഞൊരു പേരുണ്ട് അല്ലേ? 2 2 എന്ന് ഒരു പേരുണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എത്രയായിരിക്കും? 4 ഔട്ട് ഓഫ് 20. സി കാണുന്നില്ല അല്ലേ? സി മുകളിലോട്ട് എഴുതാം. 1 1 2 2 3 3 4 4. അപ്പോൾ പ്രോബിലിറ്റി എഴുതുമ്പം പ്രോബിലിറ്റി ഓഫ് സെയിം നമ്പേഴ്സ്, പ്രോബിലിറ്റി ഓഫ് സെയിം നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈക്വൽ 4 പേര് ഔട്ട് ഓഫ് 20 ഈക്വൽസ് 1/5. ഇതാണ് ആൻസർ. ഓക്കെ, അപ്പം 16ാമത്തെ ചോദ്യം. Near right triangle, one of the perpendicular sides is 2 cm more than that of other. Area of the triangle is 24 cm square. Find the length of the perpendicular sides of the right triangle. റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. 90 ഡിഗ്രി. ഒരു സൈഡ് എക്സ് ആണേ, മറ്റു സൈഡ് x+2. അപ്പം ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ഈക്വൽസ് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു x+2. ഇത് എത്രയും തന്നിട്ടുണ്ട്? 24 തന്നിട്ടുണ്ട്. ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു x+2 ഈക്വൽസ് 24. ഈ 2ന് അപ്പുറത്തുണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പൺ ദ ബ്രാക്കറ്റ്. x² പ്ലസ് 2x ഈക്വൽസ് 24 ഇൻറ്റു 2. ഈ 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ 48 എന്ന് കിട്ടും. ആഡിങ് 1 ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്താ കിട്ടും? x² പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ 48 പ്ലസ് 1. ഇത് ഏതിൻ്റെ എക്സ്പാൻഷൻ ആണ്? x+1 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ ഈക്വൽസ് 49 എന്ന് കിട്ടും. x+1 ഈസ് ഈക്വൽ ടു √49 ഈക്വൽസ് +or-7. അപ്പം x+1 7 ആണെങ്കിൽ x ഇസ് ഈക്വൽ ടു 7 മൈനസ് എന്താണ് +7 ആണെങ്കിൽ 7 - 1 6 എന്ന് കിട്ടും. ഇനി എക്സ് -7 ആണെങ്കിൽ -7 പക്ഷേ നമുക്കിവിടെ ലെങ്ത് ആണ്. -1 എടുക്കേണ്ട കാര്യം ഇല്ല, നെഗറ്റീവ് എടുക്കേണ്ട കാര്യം ഇല്ല. അപ്പം ഏതൊക്കെ തരും? 6ഉം 8ഉം. ആൻസർ 6 and 8. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.